IFFKയിൽ സിനിമാ പ്രതിസന്ധി തുടരുന്നതിനിടെ പ്രമുഖ സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനുമായിട്ടുള്ള കമൽ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. നിരോധിച്ചിട്ടുള്ള 15 സിനിമകൾ അതിന് അംഗീകാരം കിട്ടുമെന്ന്, അനുമതി കിട്ടുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ 4 സിനിമകൾക്ക് അനുമതി കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനുമതി കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അനുമതി നിഷേധിക്കുന്നതിന് കാരണമില്ലാത്തടത്തോളം കാലം അനുമതി തരണം എന്ന് പറയാനും അവർക്ക് കാരണം ഉണ്ടാവില്ലല്ലോ. തരുന്നു എന്ന് പറഞ്ഞിട്ട് വരാനും അവർക്ക് കാരണം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. ഇത് അർത്ഥശൂന്യമായ ഒരു ബാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 4 സിനിമകൾ ഇപ്പോൾ പ്രദർശനാനുമതി തന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അതിൻ്റെ കാരണം നമുക്കറിയില്ല. അതിൽ തമാശ ബീഫ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ അനുമതി കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ബീഫ് എന്ന് കേട്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ടു അവർ ഇത് കാണിക്കാൻ പാടില്ലാന്ന്. അപ്പോൾ എന്തുകൊണ്ട് എന്ത് ബീഫാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ മീനിങ് പോലും അറിയാണ്ടാണ് അവർ. നമ്മുടെ ബീഫിനെ കുറിച്ചല്ല അത്, ആ മീനിങ്ങിലല്ല പടമുള്ളത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ആ സിനിമ. പക്ഷേ മറ്റതൊന്നും അങ്ങനെയല്ലല്ലോ, പലസ്തീൻ സിനിമകളൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയം തന്നെയുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഓപ്പണിംഗ് ഫിലിം കാണിച്ച പടമാണ്, ആ പടം ബാൻ ചെയ്തേക്കാണ്, ഇനി കാണിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മനഃപൂർവ്വമാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം, പ്രത്യേകിച്ച് അത് സിനിമയിൽ കൂടി കൊണ്ടുവരുന്ന സമയത്ത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളോട് പ്രതികരിക്കുന്ന ആളുകളൊക്കെ തന്നെ, സിനിമാ പ്രേമികൾ ഉൾപ്പെടെയുള്ളവർ, ഡെലിഗേറ്റ്സ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത്തരത്തിൽ ഓരോ വർഷവും ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ വരുന്നത് മേളയുടെ ശോഭ കെടുത്തുന്നുണ്ടോ? അല്ല, വിവാദങ്ങൾ നമ്മളായിട്ട് വരുത്തുന്നതല്ലല്ലോ. ചലച്ചിത്ര അക്കാദമിയോ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡെലിഗേറ്റ്സോ ഒന്നും വരുത്തുന്നതല്ല. ഇതിപ്പോൾ വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ INP മിനിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രശ്നമാണ്. അതിനെ നമ്മൾ നേരിടാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, ഇപ്പോൾ ബാറ്റ്ഷിപ്പ് പോട്ടംകിൻ എന്ന് പറയുന്ന സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് 100 വർഷമായി ആ സിനിമ വന്നിട്ട്. നിശബ്ദ സിനിമയാണത്. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. എത്രയോ തവണ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സിനിമ പ്രദർശിപ്പിക്കുകയും IFFKയുടെ വേദിയിലൊക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സിനിമ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലേ? സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ബംഗാൾ ഗവൺമെൻറ്റിലാണ്, എന്നാൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. എവിടെ ലോകത്തെ എവിടെയൊക്കെ ഫിലിം സ്കൂളുണ്ട് അവിടെയൊക്കെ ബാറ്റ്ഷിപ്പ് പോട്ടെങ്കിൽ പഠിക്കണം കുട്ടികൾ. കാരണം അതിൻ്റെ ഫണ്ടമെൻ്റലാണ്, സിനിമയുടെ ഫണ്ടമെൻ്റൽ ഹിസ്റ്ററിയാണത്. അത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമയോട് കാണിക്കാൻ പാടില്ല. പുതിയ തലമുറ ഇനി അത് കാണേണ്ടതില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ചരിത്രം പലതും മായ്ച്ചു കളയാൻ ശ്രമിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ ഈ ചരിത്രവും വായിക്കണം. കാരണം അത് റഷ്യൻ വിപ്ലവത്തിനെ ആധാരമായിട്ട് എടുത്തിട്ടുള്ള നിശബ്ദ സിനിമയാണ്. ഐസൻസ്റ്റീൻ്റെ പടമാണ്. അത് വേൾഡ് ക്ലാസിക്കാണ് ആ സിനിമ. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ, പിന്നെ ഇവിടെ IFFKക്ക് അവാർഡ് കിട്ടിയ 2 സിനിമ നിരോധിച്ചു. അതിൽ തന്നെ ശ്രദ്ധേയമായിട്ട് ഉള്ള മറ്റൊരു കാര്യം, ഈ പലസ്തീൻ 36 എന്നുള്ള ചിത്രം ഉദ്ഘാടന വേദിയിൽ പ്രദർശിപ്പിച്ചതാണ്. അത് ഇനി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു വിലക്ക് കൂടി വരികയാണ്. അതെ, അതാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ട് ഈ പലസ്തീൻ പാക്കേജ് കാണിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, സംഘർഷത്തിൽ എന്താണ് സർക്കാർ ചിലപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം ഉണ്ടായ കാലം മുതൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തോടും അവിടുത്തെ മനുഷ്യരോടും സഹാനുഭൂതിയോടും ആ രാജ്യത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ. ഞങ്ങളൊക്കെ അത് കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു സർക്കാർ പെട്ടെന്ന് വന്നിട്ട് ആ സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ സർക്കാർ തീരുമാനം എടുക്കണം. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കണില്ലെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ പറയാത്തിടത്തോളം കാലം ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് എന്താ കുഴപ്പം? അതാണല്ലോ. അപ്പോൾ ഇസ്രായേലിൻ്റെ സിനിമകൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. മനസ്സിലായില്ല? ഇസ്രായേലിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിന് ജനാധിപത്യ രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല, ഈ 30ാമത് പതിപ്പാണ്. അപ്പോൾ 3 പതിറ്റാണ്ട് പിന്നിടുന്നു ചലച്ചിത്രമേള. ചെയർമാൻ തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടതല്ലേ? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കാണുന്നില്ല അദ്ദേഹത്തെ എന്നുള്ളൊരു പരാതി, ചില ആക്ഷേപങ്ങളൊക്കെ ഡെലിഗേറ്റുകളൊക്കെ ഉയർത്തുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് പറയാൻ? അതിന് ഉത്തരം ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. പക്ഷേ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയർമാൻ്റെ സാന്നിധ്യം വേണ്ടതാണ്. പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ ഡയറക്ടർ ചെയർമാനാണ്. അപ്പോൾ ഫെസ്റ്റിവലിലൊരു ഇവിടെ ഏത് സിനിമ കാണിക്കണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ അവസാന വാക്ക് ഫെസ്റ്റിവൽ ഡയറക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചാണല്ലോ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമെന്ന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് ഇത്രയും കൂടുതലുള്ള ഒരാളെ ഇവിടെ ചെയർമാനായിട്ട് വെക്കേണ്ടതുണ്ടോ എന്നുള്ളത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അതിനേക്കാളും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, റെപ്യൂട്ടേഷനുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു മനുഷ്യനാണ്, ഒരു
കലാകാരനാണ്. അപ്പോൾ അത് ഇതിനെ ചുറ്റിപ്പറ്റി സംവിധായകൻ ഡോക്ടർ ബിജു ഒരു ചെറിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് സ്വാഗതം ചെയ്യുകയാണോ? അല്ല, അങ്ങനെ സ്വാഗതം ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ അഭിപ്രായം ഞാൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞാനത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എനിക്കതിനോട് ഇതുമില്ല, അക്നോളജ് ചെയ്യണില്ല ഞാൻ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു സ്ഥാപനത്തിൻ്റെ സാരഥി എന്നുള്ള രീതിയിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന്. ആ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാമായിരുന്നു. IFFK കഴിയുന്നവരെ ഞാൻ ഈ സ്ഥാനം ഇരിക്കുന്നില്ല, ഞാൻ IFFKക്ക് ശേഷം വന്ന് ചാർജ് എടുക്കാമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാമായിരുന്നു. അതാണല്ലോ ഒരു സാമാന്യ മര്യാദ. മുൻ ചെയർമാൻ പ്രേംകുമാർ അന്ന് ഉദ്ഘാടന വേദിയിൽ വന്ന മന്ത്രിക്ക് കൈകൊടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നതാണ് കണ്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടങ്ങളിലൊന്നും സജീവമായി കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നീരസം ഉണ്ട് എന്നുള്ള കാര്യം അങ്ങ് വിചാരിക്കുന്നുണ്ട്? ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അത്ര പെട്ടെന്ന് മാറ്റി നിർത്തിയിട്ട് വേറെ ചെയർമാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഈ കോൺടെസ്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ IFFK കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചാർജ് എടുക്കാമായിരുന്നു, അദ്ദേഹത്തിന് തീരുമാനിക്കാമായിരുന്നു. റസൂൽ പൂക്കുട്ടിക്ക് ഗവൺമെൻറ്റിനെ അറിയിച്ചതാണ് എനിക്ക് തിരക്കുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഡിസിഷന് വിടാമായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ചാർജ് എടുക്കുന്നത് ഇതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെയർമാൻ്റെ അസാന്നിധ്യം ഉണ്ടാവില്ല ഇവിടെ. കാരണം മുൻ ചെയർമാന് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതായിരിക്കാം ഒരുപക്ഷെ പ്രേംകുമാറിന് ഒരു ഇതുണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പൊതുവേ മേള മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് സിനിമയൊക്കെ കണ്ടോ? എങ്ങനെയാണ് സജീവ പങ്കാളിത്തം ഈ ദിവസങ്ങളിലുടനീളം ഉണ്ടോ? ഞാൻ കുറേ സിനിമകൾ കണ്ടു, അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോൾ ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ വർഷമൊക്കെ തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 30 വർഷമായി ഇതിന് മേളയോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതെ, ഞാൻ പങ്കെടുക്കാത്ത മേളകൾ വളരെ കുറവായിരിക്കും. കാരണം വല്ലപ്പോഴൊക്കെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ തിരക്കാവുമ്പോൾ ആ സമയത്ത് സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ മേളയിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ളത്. ചലച്ചിത്രമേള തലസ്ഥാനത്ത് നടക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് മുൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ കമൽ വ്യക്തമാക്കുന്നത്. മുൻ അധ്യക്ഷൻ പ്രേംകുമാർ മേളയിൽ സജീവമായി പങ്കെടുക്കാത്തതിലും അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.